ഹലോ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഇഫ്താർ സീരീസിലെ സെക്കൻഡ് റെസിപ്പി ആയിട്ടുള്ള കോൺ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. ആ ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു 10 മിനിറ്റ് വെച്ചാലും മതി. അതിനെ ഒന്നിട്ടിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി അതിനെ മാറ്റിക്കഴിഞ്ഞ് അതിലേക്ക് നമുക്കൊരു സോസ് വേണം. ആ സോസാണ് ഇനി ഉണ്ടാക്കുന്നത്. ആ ബട്ടറിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മൈദ നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പാലൊഴിക്കുക. അതൊന്ന് തിക്ക് ബാറ്ററായി കിട്ടുന്ന വരെ ഉള്ള അളവിൽ പാലൊഴിക്കുക. എത്രയാണെന്ന് ഞാൻ കറക്റ്റ് അളവ് പറയുന്നില്ല. അതൊരു തിക്ക് കൺസിസ്റ്റൻസി ആയി കിട്ടും. അതുവരെ നമ്മൾ കുറേശ്ശെയായിട്ട് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ ഫ്ലെയിം സിമ്മിലാക്കി വെക്കുക. എന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ ഇതാ ഏകദേശം അത്യാവശ്യം ആ കട്ടയൊക്കെ പോയി ഒരു തിക്ക് ബാറ്റർ ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാന്, അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്ത് അതിലേക്ക് ചെറിയ ജീരകം 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് മുളക്, അത് ക്യാപ്സിക്കം വേണമെങ്കിൽ ക്യാപ്സിക്കം ഇടാം. ഞാനിപ്പോൾ വേറൊരു മുളക്, എരിവില്ലാത്തൊരു മുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പച്ചമുളക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഇഞ്ചി 1 ടീസ്പൂൺ ഇഞ്ചി മതി. അതേപോലെ 1 ടീസ്പൂൺ വെളുത്തുള്ളി, ഇത്ര ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1.5 സവാള നീളത്തിലരിഞ്ഞത്, ചോപ്പ് ചെയ്ത് വേണമെങ്കിൽ ചോപ്പ് ചെയ്തും ചേർക്കാം. ഞാനൊന്ന് നീളത്തിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഇറക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മളതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇടാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റും ക്യാപ്സിക്കം പോലത്തെ ഒരു മുളകും, പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് എടുത്തിട്ടുണ്ട്. അത്ര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജോ വേറെയുള്ള വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ക്യാബേജ് ഇല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി, അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വേറെ മസാലയൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഒരു ചെറിയ നുള്ള് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ഇനി 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഒഴിക്കുന്നുണ്ട്. നമ്മളിതിൽ തക്കാളി ചേർക്കണില്ല, അതിന് പകരമാണ് നമ്മൾ ഈ കെച്ചപ്പ് ചേർക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു വൈറ്റ് സോസ് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ, 1-1.5 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിട്ട് കൊടുത്ത് നന്നായി എല്ലാ ഭാഗത്തേക്കും ആവുന്ന വരെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പൊട്ടറ്റോ ചേർത്താൽ മതി. വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ആണ് ഇത്. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ആ ഒരു ഫില്ലിങ് വെച്ചും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതൊക്കെ മാറ്റി വെച്ച് ഒരു പാത്രത്തിൽ 1 ടീസ്പൂൺ മൈദ ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു തിക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ ഫില്ലിങ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നന്നായി ഒരു തിക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു സമൂസ ഷീറ്റ് നടു മുറിച്ച് കൊടുക്കുക. സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ കോൺ ഷേപ്പിൽ അതിങ്ങനെ ഷേപ്പാക്കി എടുത്തിട്ട് അതിൽ ആ ഫില്ലിങ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി അതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഫില്ലിങ് ഫുള്ളായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ആ ഒരു കോൺ ഷേപ്പ് നിറയുന്ന വരെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ ഒരു ബാറ്ററിൽ ആ സൈഡ്, ആ ഫില്ലിങ് വെച്ച സൈഡൊന്ന് കവർ ചെയ്തെടുക്കുക. നന്നായി മുക്കിയിട്ട് കവർ ചെയ്തെടുക്കുക. ഇനി നമ്മളൊരു വെർമിസെല്ലിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ആ സൈഡിൽ.
നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് എടുക്കാം. വെർമിസെല്ലി ആകുമ്പോൾ അതിനൊരു ലുക്ക് തന്നെ മാറിപ്പോവും. ഞാൻ തിന്നായിട്ടുള്ള വെർമിസെല്ലി എടുത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലുക്കിലും ടേസ്റ്റിലും ഒരു വെറൈറ്റിയാണ് കേട്ടോ സ്നാക്ക്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സമോസ ഷീറ്റ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഈസി സ്നാക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ നോമ്പ് തുറക്കൊക്കെ ഒരു വെറൈറ്റി സ്നാക്ക് അടിപൊളിയാണ്.